ഹലോ, അസ്സലാമലൈക്കും. വീണ്ടും വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താന്ന് വീഡിയോസിൽ വരാൻ കാരണം എന്ന് വെച്ചാല് നമ്മളൊരു ഗൂഗിൾ ആഡ്സിന്റെ ഒരു പിൻ ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോ എന്നോട് എല്ലാവരും ചോദിച്ചു, അത് എന്താ യൂട്യൂബിൽ നിന്ന് എന്താ കിട്ടിയത് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരും നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന എന്റെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായി, ഒരു കൊല്ലം കഴിഞ്ഞു, ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മൾ ആദ്യം നമുക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 4000 വാച്ച് ടൈം ആണ്. അപ്പോ എന്നാലേ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ യൂട്യൂബില് നമുക്ക് മെമ്പർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും ആണ്. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടു. എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോസുകളും ഷോർട്ടുകൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ ആവില്ല. നമ്മള് വ്ലോഗ് കാര്യമായിട്ട് ലോങ് വീഡിയോസ് തന്നെ നമ്മൾ ഇടണം. ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് വാച്ച് അവർ ആവുള്ളൂ. അതേമാതിരി നമുക്ക് പിന്നെ സബ് കയറണം. ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ് കുറെ കയറും. പക്ഷെ നമുക്ക് ആ ഒരു മോണിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 വാച്ച് അവറും പിന്നെ സബ് 1000 സബ്ബാണ്. അപ്പോ ആ 4000 വാച്ച് അവറും 1000 സബ്ബും അതിന് ശേഷമാണ് നമുക്ക് പിന്നെ ഇത് വരുള്ളൂ. അപ്പോ ആ മെമ്പർഷിപ്പിന്റെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മള് വീഡിയോസ് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ട് നിന്ന് നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ നമുക്ക് യൂട്യൂബിന്റെ ഒരു കാര്യം കിട്ടുള്ളൂ. എന്താ വെച്ചാൽ അപ്പോഴേ നമുക്ക് ഗൂഗിൾ ആഡ്സിന്റെ കിട്ടും. മെയിൻ പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് ഇതിൽ ഗൂഗിൾ ആഡ്സിന്റെ പിൻ ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് $10 ആ $10 എന്ന് പറഞ്ഞാൽ നമ്മൾ സാവധാനം ആവുള്ളൂ. സാവധാനം ആവുക എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് ടൈം എടുക്കും. ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അത്യാവശ്യം നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡോളറേ വരുള്ളൂ. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഡോളർ ഇപ്പോ പതുക്കെ എങ്ങനെ കയറുള്ളൂ. അപ്പോ ആ നമുക്കൊരു $10 കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പിൻ ലെറ്റർ വന്നത്. അപ്പൊ ആ പിൻ ലെറ്റർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ പിൻ ലെറ്റർ നമ്മൾ ഇനി അതില് നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതി കൊടുത്ത് ഇനി നമ്മൾ ഇതില് യൂട്യൂബില് ഈ ഗൂഗിൾ ആഡ്സിന്റെ ഒരു 6 അക്ക നമ്പർ ഉണ്ട്. 6 അക്ക നമ്പർ നമ്മൾ അതില് യൂട്യൂബിന്റെ ഇതില് ഒരു മെയിൽ വരും. നമുക്ക് അത് അതിന് ചെയ്ത് അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളെ ഓരോ വെരിഫിക്കേഷനും കാര്യമൊക്കെ വരും. അപ്പൊ അതിന്റെ കറക്റ്റ് സ്റ്റെപ്പും കാര്യമായിട്ട് നമ്മൾ പോകണം. ഇതിപ്പോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് നമ്മൾ പുതിയതായിട്ട് തുറന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അതുപോലൊക്കെ നമ്മൾ അറിയാവുന്ന ആൾക്കാരോട് പോയി ചോദിച്ച് നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ കറക്റ്റ് സ്റ്റെപ്പ് ആയിക്കണം. എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഒരു പ്രാവശ്യം ഇത് ഒരു പിൻ ലെറ്ററിന് ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു പിഴവ് വന്നു. നമ്മള് ചെറിയ അങ്ങോട്ട് പേരിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് വഴി വരില്ല എന്ന് പറയാൻ കാരണം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ അഡ്രസ്സും നമ്മളെ കറക്റ്റ് പേര് അഡ്രസ്സ് സ്ഥലം എവിടെ നിൽക്കുന്ന പോസ്റ്റ് കറക്റ്റ് കൊടുക്കണം. എന്നാലേ നമുക്ക് അത് കറക്റ്റ് വരുള്ളൂ. നമ്മളെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇനി അഥവാ പോസ്റ്റ്മാനെ നമുക്ക് അവിടെ എവിടെയെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ പോസ്റ്റിൽ കിടക്കുന്ന വെച്ചാൽ നമുക്ക് ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ആ സാധനം നമ്മളെ വീട്ടിലേക്ക് എത്തും. അപ്പോ അതിനാണ് നമ്മൾ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അഡ്രസ് മെയിൻ ആണ്. അഡ്രസ് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അഡ്രസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പേപ്പർ പറഞ്ഞാൽ നമുക്ക് ആ പിൻ ലെറ്റർ നമുക്ക് എത്തൂല. ഇപ്പൊ ഞാനെന്ന് രണ്ടാമതും സ്റ്റെപ്പ് പിൻ ലെറ്ററിനും വേണ്ടി പിന്നെയും ഞാൻ വെരിഫിക്കേഷൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തത് കൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ വീട്ടിലെത്തി. അപ്പൊ ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്, എന്താ കിട്ടിയത് ചോദിച്ചു പറഞ്ഞാൽ ഇത് നമുക്ക് പിൻ ലെറ്റർ വന്നത്. ഇതിന് നമ്മൾ ഈ പിൻ ലെറ്റർ നമ്മളതിൽ ആഡ് ചെയ്ത് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനുശേഷം നമുക്ക് ഇത് വരുള്ളൂ. മിനിമം നമുക്കൊരു $100 ആയി കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ വരുമാനം കിട്ടുള്ളൂ.
അപ്പൊ അതിന് നമ്മൾ പിന്നെയും കുറെ വീഡിയോസുകളും കാര്യമൊക്കെ ചെയ്യണം. അതിന് ശേഷം പൈസ കയറും. ഇപ്പോ ഇപ്പൊ ഈ കാണുന്ന നമ്മളെ പുതിയ യൂട്യൂബേഴ്സ് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ കുറെ ആൾക്കാർ പറയും 500 സബ് 4000 വാച്ച്. അതൊന്നും നമുക്ക് കാര്യമില്ല. നമ്മൾ ഒരുപാട് 4000 വാച്ച് അവർ കറക്റ്റ് അതേമാതിരി 1000 സബ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ മോണിറ്റേഷൻ കിട്ടും. മോണിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലെ മെമ്പർഷിപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വീഡിയോസ് പറഞ്ഞ ഇതിനെ നമുക്ക് ഡോളറായിട്ട് കയറുള്ളൂ. അത് നമ്മൾ വീഡിയോസ് ഇതിനനുസരിച്ച് പിന്നെ മോണിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡോളറാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് $10 $1 അങ്ങനെ ഓരോ വീഡിയോസിനൊക്കെ ഓരോ ലോങ് വീഡിയോസ് ഒക്കെ നമുക്ക് അതിനനുസരിച്ച് വ്യൂസ് കാണുന്നതനുസരിച്ച് നമുക്ക് ഡോളർ വരും. അപ്പൊ അപ്പോഴേ നമുക്കത് കാര്യമാവുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ വരുമാനം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ വിടാൻ കാരണം നമുക്ക് ജീവിതത്തിൽ കിട്ടിത്തുടങ്ങാൻ തന്നെ നമുക്ക് മിനിമം $100. അപ്പൊ നമ്മൾ പില്ലറ്റ് നമുക്ക് വന്നിട്ടുള്ളൂ. പില്ലറ്റ് വരണം. പിന്നെ $100 ഈ പില്ലറ്റ് വന്നിട്ട് നമ്മൾ അപേക്ഷ എഴുതി ഫോം ഈ പില്ലറ്റൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ സ്റ്റെപ്പായി എഴുതി കൊടുത്ത് അയച്ച് പിന്നെ നമുക്കൊരു മെയിൽ വരും. പിന്നെ അതിന് ശേഷമൊക്കെ നമുക്ക് പൈസയും കിട്ടുന്നത് ഓർമ്മയുള്ളൂ. അപ്പൊ എല്ലാവരും വരുമാനമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂട്ടായിരിക്കും തായ നമ്മളെ വരുമാനത്തിന്റെ തല്ലത് നമുക്കൊരു നമ്മൾ ATM കാർഡിന്റെ ഒക്കെ മേലെ ഒരു 6 അക്ക നമ്പർ പില്ലറ്റ് വരുന്നത്. പില്ലറ്റ് വന്ന് നമ്മൾ ഇതിന് ആഡ് ചെയ്ത് അത് എഴുതി മെയിൽ അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി $100 കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ വരുമാനം കിട്ടുന്നത് തുടങ്ങുന്ന വരുമാനം കുറെ പ്രയാസങ്ങൾക്ക് ഒരു കൊല്ലം പോലായി നമ്മളത് ചെയ്തിട്ട് വേണം നമുക്ക് കിട്ടാം. അപ്പൊ ഈ വീഡിയോസ് ഇടാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇപ്പോ നമുക്കൊരു പില്ലറ്റ് നമുക്കൊരു ATM കാർഡിന്റെ നമുക്കൊരു പാസ്വേഡ് നമ്പർ നമുക്ക് കൊടുക്കും. അപ്പൊ അതെന്താന്ന് ചോദിച്ചതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകയാണ്. അപ്പൊ നമ്മള് എല്ലാവരും നല്ല ഈ പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ നമുക്ക് സബ് കയറും. സബ് നമുക്ക് നല്ല കയറും. സബ് കയറാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ സബ് കയറും. അതേമാതിരി ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് പെട്ടെന്ന് കയറും. അപ്പോ പരമാവധി എല്ലാവരും ലോങ് വീഡിയോസ് ഇടാൻ നോക്കുക. അപ്പോ അത് ശ്രമിക്കുക. അപ്പോ ഈ പില്ലറ്റിന്റെ ഇത് വരുമാനം കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കും. സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടാവും അറിയിക്കും. അപ്പൊ ഈ അതിനും വേണ്ടി വന്ന ഞാൻ അന്നത്തെ വീഡിയോസിൽ അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് കാര്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മളെ നമ്മൾ ടൈം എടുക്കും. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് യൂട്യൂബ് കയറി പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനൊന്നും ഒരു സംഭവം നടക്കുന്നില്ല. നമ്മൾ കുറെ പ്രയാസപ്പെടേണ്ടി വരും. ഒരുപാട് നല്ല നല്ല വീഡിയോസും ചെയ്ത് എഡിറ്റിങ്ങും പരിപാടി എന്തൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ട് യൂട്യൂബ് അല്ലേ സുഖാണല്ലോ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാലോ അത് ഉണ്ടാക്കാം. അല്ല നമ്മൾ നല്ലോട്ട് യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. നമ്മളൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിങ് കാര്യം ചെയ്ത് കമ്പനി എല്ലാം ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആകുന്നത് നല്ല പ്രയാസമാണ്. ഈ പറയുന്ന മാതിരി യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് പൈസ ഉണ്ടാക്കാതെ നടക്കൂല. എല്ലാം പ്രയാസം ഒരുപാട് പ്രയാസപ്പെടണം. ഒരുപാട് ടൈം എടുക്കണം. നമ്മളതിന് ഒരുപാട് വീഡിയോസും ടൈമൊക്കെ ആയിട്ട് ഇരിക്കണം. നമ്മള് ഒരുപാട് ടൈം ഒരു വീഡിയോസ് ഒക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളോട് ഇതിലൊക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് കോപ്പി അടിച്ചാൽ ഏത് കോപ്പി അടിച്ചതായാലും എന്ത് ചെയ്തതായാലും നമ്മള് ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞാല് നമുക്ക് അതിന്റെ കറക്റ്റ് പിന്നെ ആ വീഡിയോസ് നമ്മൾ ഇതിലിട്ട് എഡിറ്റ് ചെയ്ത് കാര്യം ചെയ്യാനൊക്കെ ഒരുപാട് പ്രയാസമുണ്ട്. അപ്പോ ഇങ്ങനെ ഓരോരുത്തരോട് ഞങ്ങൾക്ക് പറയാം വീഡിയോസ് എഡിറ്റിംഗ് കാര്യം ചെയ്യുന്നത് കാര്യം ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഇനിയും സപ്പോർട്ട് വേണം. നിങ്ങൾ വീഡിയോസ് കാണും. അസ്സലാമു അലൈക്കും.